പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം വീഡിയോ ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ എയർപോർട്ട് മുതൽ ഇവിടെ വരെയുള്ള വീട്ടിൽ വരെ വന്ന ഇന്നത്തെ വരെയുള്ള കാര്യങ്ങളാണ്. വീട്ടിൽ വന്നെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളിലോ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല കേട്ടോ. അതൊക്കെ ശോകമായും മൂകമായും ക്ഷീണമായും ഒക്കെ കുറച്ച് ഈ ദിവസങ്ങളൊക്കെ അങ്ങ് പോയി. ഇന്നലെ മുതലാണ് ഞാൻ കുറച്ച് ഉഷാറായിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് കടന്നത് കേട്ടോ. ക്ലീനിങ്ങും വീടിൻ്റെ ഉള്ളിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് പൊട്ടുപൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം ഒരുമാതിരിയൊക്കെ എല്ലാം നന്നാക്കി ഇടയ്ക്കിടയ്ക്കൊക്കെ നന്നാക്കിയിട്ടതാണ്. എന്നാലും നമ്മൾ നോക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എയർപോർട്ടിൽ വന്ന് എനിക്ക് വണ്ടി വന്നു കൂട്ടാനായിട്ട് ഇവർ വന്ന് അങ്ങനെ യാത്രയുടെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് മനോഹരമായ ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഇതൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. ഇങ്ങനെയുണ്ട്, കൊള്ളാലോ നിങ്ങളുടെ വഴികളൊക്കെ. ഇവിടെ വന്നപ്പോൾ അവർ 50 രൂപ എന്ന് അവിടെ കാണിച്ചിട്ട് 100 രൂപ മേടിച്ചു. പിന്നെ കുറേ നാൾ കൂടിയിട്ടല്ലേ ഞങ്ങളുടെ ഇതൊക്കെ എയർപോർട്ടിൻ്റെ ഭാഗമായിട്ട് എയർപോർട്ടിൽ നിങ്ങൾ പോരുന്ന വഴിയാണ്. കുറച്ചുകൂടി മനോഹരമാണെന്ന് എനിക്ക് തോന്നുന്നു. മനോഹരമാണ്, പക്ഷെ ഞാൻ വീഡിയോ എടുത്തത് അത്ര ശരിയായില്ലയോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ കാഴ്ചകൾ കാണൂ. അങ്ങനെ കുണ്ടും കുഴികളും മണ്ണും മിറ്റിലും ഒക്കെ താണ്ടി ഞങ്ങളിങ്ങനെ വന്നു. ഇടയ്ക്ക് ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതാ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീടിൻ്റെ അകത്തോട്ട് കയറുമ്പം മുറ്റത്തൊക്കെ നല്ല ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ വീട് പറ്റി നമ്മൾ സുരക്ഷിതമായിട്ട് വീട് വരെ എത്തിയ കാര്യങ്ങളാണ് കണ്ടത്. അപ്പം ഇന്ന് ഞായറാഴ്ചയില്ലേ, ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ പള്ളിയിലോട്ട് പോകുന്ന വഴിയാണിത്. അപ്പം ഇന്ന് വരെ ഈ 2 കൂട്ടം കാര്യങ്ങളാണ് ഞാൻ എടുത്തിടുന്നത്. ഇഷ്ടംപോലെ തോടുണ്ട്, കപ്പയുണ്ട്, വാഴയുണ്ട്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് വഴിനീളം. കുറച്ച് ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ വീഡിയോ അങ്ങ് എടുത്തിട്ട് പോയി. ഇതൊന്നും കാണാനില്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. അപ്പം അവരൊക്കെ ഇന്ന് കാണട്ടെ എന്ന് ഓർത്താൽ. ഞങ്ങളുടെ നാട് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതൊന്ന് കാണട്ടോ. അപ്പോൾ ഇത് കരുവഞ്ചാല കഴിഞ്ഞ് ആലക്കോട് കഴിഞ്ഞ് റെയിറോം കഴിഞ്ഞ് ഇതാ തേർത്തല്ലിയിലോട്ട് എത്തുവാണേ. തേർത്തല്ലിയിലാണ് ഞാൻ പള്ളിയിൽ പോകുന്നത്. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയി തിരിച്ച് വന്നതാ ആലക്കോട് ഇറങ്ങി. അപ്പോൾ ഈ വെജിറ്റബിൾ കടയിൽ കയറി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ നോക്കി. നേരത്തെ മുതൽ ഞാനിവിടെ കയറുന്ന കടയാണേ, എനിക്കറിയുന്ന കടയാണ്. ഞാൻ ആലക്കോടൊക്കെ വന്നാൽ എപ്പോഴും ഇത് തന്നെയായിരുന്നു, ഈ കടയിൽ തന്നെയാണ് കയറാറ്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, നല്ലതാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു കടയാണ്. അങ്ങനെ ഞാൻ ഈ കടയിൽ കയറി. അപ്പം ഈ കടയിലെ അവരുമായിട്ടൊക്കെ സംസാരിച്ചു കേട്ടോ. ഇതാണ് കേട്ടോ കടയുടെ ഓണർ അല്ലേ? പേര് പറയട്ടെ. ബിജു. എവിടെയാ? ഇവിടെ തന്നെ, സ്വദേശം ഇവിടെ തന്നെ. ആ, എങ്ങനെ കടയൊക്കെ ഇഷ്ടപ്പെട്ടോ? കട എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അതുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ? ആ, ഞങ്ങളുടെ സർവീസൊക്കെ കുഴപ്പമില്ല, സൂപ്പറാണ്. ചേട്ടന്മാരൊക്കെ നല്ല വെജിറ്റബിൾ ഒക്കെ കുഴപ്പമില്ല, നല്ലതാണ്. ഇനി കറി വെക്കണം, ഇനി എല്ലാം മുറിച്ചൊക്കെ നോക്കണം. കപ്പയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ നല്ലതാണോന്ന്. കുഴപ്പമില്ല. ഞാനിവിടെ നേരത്തെ വന്നെടുത്തോണ്ടിരുന്ന, ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ ഇനി ഇവിടെ വന്നപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നത്.
സീനിയർ അപ്പോൾ ഈ അങ്ങനെ ചെറിയ മുതലാളി അല്ലേ? ഈ ചേട്ടൻ എവിടെയാ? ഇരുന്നോട്ട്, കസ്റ്റമർ ഇരുന്നോട്ട്. അത് വിഷ്ണുവിനെ പോലെ ഇരിക്കുന്നല്ലോ. ചേട്ടാ ശരിയാക്ക്, നീ നോക്ക്, ശരിയാക്ക്. ആ കേട്ടാ ചേട്ടനതേ ഹായ് പറന്ന്. ആ പറ, മുതലാളിയുടെ വിശേഷം പറ. ഈ മുതലാളിയുടെ മുഖം എന്നും ഞങ്ങളിവിടെ ഒന്ന് കാണുന്നതായിരുന്നു. പിന്നല്ലാണ്ടോ, ഞാൻ ഇരുന്നോണ്ടിരുന്നില്ലായിരുന്നു. ആ അതാണ്. ചേട്ടൻ്റെ വീട് എവിടെയാ? ആ കുറച്ച് മുകളിലാണ്. നിങ്ങൾ എല്ലാവരും കേട്ടണം. ഇതാണ് കൊച്ചു മുതലാളി, പിന്നെ ഇവിടുത്തെ ജീവനക്കാരും സ്റ്റാഫുകളും അയൽവാസികളും എല്ലാമാണ്. അങ്ങനെ ആലക്കോടുള്ള പച്ചക്കറി കടയിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ് കയറാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞങ്ങൾ എപ്പോഴുമുള്ള മെഡിക്കൽ ഷോപ്പാണ് കേട്ടോ. വന്ദന മെഡിക്കൽ ഷോപ്പാണിത്. അതിൻ്റെ പേര് കാണിച്ചില്ല. ഇവിടെയാണ് നമ്മുടെ എന്തിനു വേദനയൊക്കെ വരുന്നത്. എനിക്ക് കോഴി ഫാം ഉള്ള സമയത്ത് കോഴിയുടെ വാക്സിനും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ മുതലാളിയും മറ്റേ അവിടുത്തെ സ്റ്റാഫും എല്ലാം ഉണ്ട്. എല്ലാവരോടും വർത്തമാനം വന്നു. ഇതാണ് ഞങ്ങളുടെ ആലക്കോട് ടൗൺ. ചെറുത് ടൗൺ എന്ന് പറയത്തില്ല, ഇത് മേലെ ടൗൺ എന്ന് പറയും. പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചത് ഇതാണ് കേട്ടോ. എത്രയാണ്? 375 രൂപയുടെ ദിറംസ് ആദ്യം വായി വരാൻ പോകും. ഇപ്പം രൂപയുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഒരു പോക്കങ്ങ് പോയി. ഇനി എപ്പോഴും പോകാൻ പറ്റത്തില്ലല്ലോ, ഓട്ടോയൊക്കെ കൂട്ടി പോകണമെന്നേ. അതുകൊണ്ട് അത്യാവശ്യപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങ് മേടിച്ചു. അല്ലറ ചില്ലറ സാധനങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഈ 3-4 ദിവസം അങ്ങനെ അങ്ങ് ഒപ്പിച്ച് പോയത് കേട്ടോ. ഇതൊക്കെ കൂടെ ഇങ്ങനെ ടിന്നിലൊക്കെ ആക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചാലും ഒക്കെ അല്ലേ. ഈ അവൽ ഞാൻ മേടിച്ചു, കുറച്ച് വെല്ലം മേടിച്ചു. ഉള്ളിക്കൊക്കെ എന്ത് വിലയെന്നറിയുമോ? നല്ല വിലയാവും, ഭയങ്കര വില എല്ലാത്തിനും. ഏത്തപ്പഴത്തിനാണെന്നുണ്ടെങ്കിൽ 70 രൂപ വരെ, എല്ലാം ഭയങ്കര പൈസയാണ്. അതുകൊണ്ട് 1-2 നമ്മൾ നിർത്തി അത്യാവശ്യത്തിനൊക്കെ വാങ്ങിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു കേട്ടോ. അവലിനെ കുറിച്ച് ഞാൻ വീണ്ടും ചോദിച്ചവരോട്, ഈ അവലെനിക്ക് പേടിയാണ്. കാരണം തുറന്നിരിക്കുന്ന ചാക്കിനകത്തൊക്കെ അല്ലേ, പാക്കറ്റൊന്നും അല്ലല്ലോ. ഞാൻ ചോദിച്ചത് എല്ലാം എലിയും കയറുന്നതാണോ? എലിയൊക്കെ കയറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടല്ലോ. ഒന്നും കണ്ടില്ലേ, അല്ല ഞങ്ങൾ മൂടി വെച്ചിട്ടൊക്കെ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഏതായാലും രണ്ടും കൽപ്പിച്ച് ഞാനിങ്ങ് മേടിച്ചുകൊണ്ട് പോന്നു. ഇനി അത് വറുത്തൊക്കെ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. ഇനി ഇതൊക്കെയാണ് ഇന്ന് ഞാൻ മേടിച്ച സാധനങ്ങൾ. എനിക്ക് കപ്പ പുഴുങ്ങണം, പിന്നെ ചേമ്പ് പുഴുങ്ങണം, ചെറുകിഴങ്ങ് കണ്ടപ്പോൾ അത് മേടിച്ചു. അന്യായ പൈസയാണ്, എന്തായാലും വേണ്ടില്ല. നമ്മളിപ്പം അവരും കച്ചവടം നടത്തും, നമുക്കും മേടിക്കാതെ രക്ഷയില്ല. ഇച്ചിരി ആട്ടപ്പൊടിയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇനി അങ്ങ് ഓരോ ദിവസവും നമുക്കൊരു ഓർഡറിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, കഴിക്കണം. ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. ഞായറാഴ്ചത്തേതും എയർപോർട്ടിൽ നിന്ന് വന്നതുമുള്ള കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്നെ സബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി വരാം.